ക്രിസ്തുയേശുവിലുള്ള എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് സൂം മീറ്റിങ്ങിലൂടെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവർക്കും എൻ്റെ സ്നേഹവന്ദനം. നമുക്ക് ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു ദൈവികാലോചന തിരുസഭയ്ക്ക് കൈമാറി ഇരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് വായിക്കേണ്ട ഭാഗം അപ്പോസ്തലനായ പൗലോസ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത്. ഗ്ലോറി ജീസസ്. പരിശുദ്ധ പിതാവേ, തിരുനാമത്തെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. ഈ വിശേഷപ്പെട്ട ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടി അവിടുത്തെ പൊന്നുനാമത്തെ മഹത്വപ്പെടുത്തി ആരാധിച്ച് നമസ്കരിക്കുവാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്താവെ, അവിടുത്തെ സന്നിധാനത്തിൽ തിരുവചന ഭാഗവുമായി ഞങ്ങൾ അടുത്തു വരികയാണ്. കർത്താവെ, ആവശ്യമായിട്ടുള്ള ദൈവകൃപ തിരുവചന ഭാഗങ്ങളിലൂടെ ഞങ്ങളിലേക്ക് പകരണമെന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ലോകത്തിലായിരിക്കുമ്പോൾ നാശത്തിന് അടിമകളായിരുന്ന ഞങ്ങളെ ക്രിസ്തുയേശുവിന്റെ രക്ഷയുടെ മാർഗത്തിലേക്ക് അങ്ങ് കൂട്ടിക്കൊണ്ടുവന്നു. അത് അവിടുത്തെ മഹാദയവും മനസ്സലിവുമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, പ്രിയ ജനത്തെ തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. തിരുവചനങ്ങളെ ഗ്രഹിക്കുവാൻ ആവശ്യമായിട്ടുള്ള കൃപ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ പ്രിയപ്പെട്ടവർക്ക് നൽകണമെന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. അടിയനെ താഴ്ത്തി അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടുത്തെ രക്തത്താൽ പൂർണ്ണമായും കഴുകി ശുദ്ധീകരിക്കണം, തിരുശക്തിയാൽ നിറയ്ക്കണം, ക്രൂശിന്റെ മറവിൽ നിർത്തണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ സ്വർഗ്ഗസ്ഥ പിതാവേ, ആമേൻ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യമാണല്ലോ നാം വായിച്ചത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. തീർന്നില്ല, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ. എന്നിട്ടും തീർന്നില്ല, പിന്നെ പറയുന്നത് അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ് മരിച്ചത്? നമ്മളുടെ പാപങ്ങളുടെ ക്ഷമയ്ക്ക് വേണ്ടി, അല്ലേ? പാപങ്ങളുടെ ക്ഷമയ്ക്ക് വേണ്ടി. കർത്താവ് ക്രൂശിൽ കൊടുത്തതെന്തോ, സമർപ്പിച്ചതെന്തോ, പാപികളായ മനുഷ്യർക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയത് എന്തോ, അതെല്ലാം കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ നിവർത്തിച്ചിരിക്കുന്നു. നമ്മളുടെ പാപങ്ങളുടെ ക്ഷമ മാത്രമല്ല, നമുക്ക് വേണ്ടി അവൻ കൊടുത്ത വില, നമുക്കൊക്കെ എന്തൊക്കെ ചെയ്യാനിരിക്കുന്നു അതിൻ്റെ ആകെ തുകയാണ് കാൽവരി ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി കൊടുത്തത്. സ്തോത്രം. വെറും ഒരു പാപക്ഷമയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല കർത്താവ് ജീവൻ ബലിയായി കൊടുത്ത അവസരം. നമ്മെ അവൻ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ പറയുന്നത് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. സ്വതന്ത്രരാക്കി എന്ന് പറഞ്ഞാൽ മറ്റൊരു പദമാണ് മോചിപ്പിച്ചിരിക്കുന്നു. അപ്പൊ മോചനം ആവശ്യമായിരുന്ന മാനവജാതിക്ക് പാപത്തിൽ നിന്നുള്ള മോചനം തൻ്റെ കാൽവരി ക്രൂശിലെ മരണത്തിലൂടെ അവിടുന്ന് നൽകി. മാത്രമല്ല, ശാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും, പാരമ്പര്യത്തിന്റെ അടിമത്തത്തിൽ നിന്നും ആരൊക്കെ ഏതൊക്കെ വിധത്തില് മാനവജാതിയെ ആദ്യം മുതൽ അടിമയാക്കി വെച്ചിരുന്നുവോ ആ അടിമത്തത്തിൽ നിന്നൊക്കെയും ക്രിസ്തു നമ്മെ മോചിപ്പിച്ചത് കാൽവരി ക്രൂശിൽ തന്റെ ജീവരക്തം ഒഴുക്കി കൊടുത്തുകൊണ്ടാണ്. സ്തോത്രം, സ്തോത്രം. അപ്പൊ ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. മോചിപ്പിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്തത്. എങ്ങനെ ചെയ്തത്? കാൽവരി ക്രൂശിൽ നമുക്കായി തന്റെ ജീവനെ കൊടുത്തത്. പക്ഷെ നമ്മൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയുമ്പോൾ നമുക്ക് കർത്താവിനോട് സ്നേഹം കൂടുകയുള്ളൂ, കുറയില്ല. കൂടുതൽ അറിയുമ്പോൾ കർത്താവിനെ കുറിച്ചും കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതിനെ കുറിച്ചും കൂടുതലായിട്ട് അറിയുമ്പോൾ കർത്താവിനോടുള്ള സ്നേഹം നമുക്ക് വർദ്ധിക്കുകയുള്ളൂ. അറിയേണ്ട രീതിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, മോചിപ്പിച്ച പല മാർഗങ്ങൾ കർത്താവ് നമ്മെ പല അടിമത്തത്തിൽ നിന്നും കർത്താവ് നമ്മെ മോചിപ്പിച്ചു. ആ അടിമത്തത്തിൽ നിന്നും നമ്മെ മോചിപ്പിച്ചു. പക്ഷേ അതിൽ എന്ത് ചെയ്യണം? പാപത്തിൽ നിന്നും നിങ്ങളെ മോചിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ആ സ്വാതന്ത്ര്യത്തിൽ, പാപത്തിന്റെ മേലെയുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. ഒരു കാലത്ത് പാപം അത് നമ്മെ, അതിൻ്റെ അടിമത്തം നമ്മുടെ മേൽ വെച്ച് അത് ചെയ്യാൻ പ്രേരിപ്പിച്ച് നാം തുടർച്ചയായി ഇങ്ങനെ പാപം ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിൽ
കർത്താവ് നമുക്ക് അതിൽ നിന്ന് മോചനം നൽകി. എന്നിട്ട് വേണം നമുക്ക് തീരുമാനിക്കാം, നീ പാപം ചെയ്യണോ അത് പാപം ചെയ്യാതെ ജീവിക്കണമോ എന്നുള്ള ഒരു സ്വാതന്ത്ര്യം ദൈവം നമ്മുടെ മേൽ വെച്ചു. സ്വാതന്ത്ര്യം വെച്ചു എന്നുള്ളൂ, അല്ലാണ്ട് പാപത്തിൽ നിന്ന് മുഴുവനായി നമ്മെ മോചിപ്പിച്ചിട്ടില്ല. നമുക്ക് തീരുമാനിക്കാം, നാം പാപികളായി തുടരണമോ അതോ വിശുദ്ധരായി കർത്താവിന് ഇഷ്ടം ചെയ്ത് ജീവിക്കണമോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം കർത്താവ് നമുക്ക് തന്നു. പാപത്തിന്റെ മേൽ മാത്രമല്ല, സകല ബന്ധനങ്ങളിൽ നിന്നും, അന്ധകാര ശക്തികളുടെ മാനവജാതിയുടെ മേൽ വെച്ച ആ നുകം, അന്ധകാര ശക്തികളുടെ പ്രവർത്തനത്തിന്റെ നുകത്തിൽ നിന്നും കെട്ടുകളഴിച്ച് അല്ലെങ്കിൽ അത് തകർത്ത് കർത്താവായ യേശുക്രിസ്തു നമ്മെ മോചിപ്പിച്ചു എന്നുള്ളതാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന സത്യം. ദൈവത്തിന് സ്തോത്രം. ഒന്നാമതായി അവൻ നമ്മെ വീണ്ടെടുത്തത്, പാപത്തിൽ നിന്ന് അവൻ നമ്മെ വീണ്ടെടുത്തു. കർത്താവായ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ പറഞ്ഞു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ അടിമയാകുന്നു അല്ലെങ്കിൽ ദാസനാകുന്നു. അല്ലെ? പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ അടിമയാണ്. യാക്കോബിന്റെ ലേഖനത്തിലൊരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ്? യാക്കോബിന്റെ ലേഖനമല്ല, പത്രോസിന്റെ ലേഖനത്തിലൊരു കാര്യം വായിക്കുന്നുണ്ട്. നീ ഏതിനോട് തോറ്റുപോകുന്നുവോ നീ അതിന്റെ അടിമയായിരിക്കുമെന്ന്. പത്രോസിന്റെ ലേഖനം നോക്കട്ടെ കേട്ടോ. 2-ാം ലേഖനത്തിലാണെന്ന് തോന്നുന്നു. 2 പത്രോസ് 2-ാം അധ്യായം 20-ാമത്തെ വാക്യം, അല്ല 19-ാമത്തെ വാക്യം, അതിന്റെ പകുതി ഭാഗത്താണ് കിടക്കുന്നത്. 2 പത്രോസ് 2-ാം അധ്യായം 19-ാമത്തെ വാക്യം. തങ്ങൾ തന്നെ നാശത്തിന്റെ അടിമകളായിരിക്കെ മറ്റവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദത്തം ചെയ്യുന്നു. ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു. പാപത്തിന്റെ മുമ്പിലാണ് നാം തോൽക്കുന്നതെങ്കിൽ നാം പാപത്തിന് അടിമകളാണ്. ലോകത്തിന്റെ മുന്നിലാണ് നാം തോൽക്കുന്നതെങ്കിൽ നാം ലോകത്തിന്റെ അടിമകളാണ്. പണത്തിന് മുമ്പിലാണ് നാം തോൽക്കുന്നതെങ്കിൽ നമ്മളുടെ ആദർശങ്ങളും നമ്മളുടെ എടുത്ത തീരുമാനങ്ങളും എന്തിന്റെ മുന്നിലാണ് പതറിപ്പോകുന്നത്, ഇടറിപ്പോകുന്നത്? അതിന് നാം അടിമകളായതുകൊണ്ടാണ് അതിൽ നിന്നും വഴുതി നാം മാറി ജീവിക്കുന്നത്. അപ്പോ ലോകം, പാപം, പണം, വ്യക്തികള്, വസ്തുവകകള്, ഇതിന്റെ ഏതിൻ്റെങ്കിലും മുമ്പിൽ നമ്മുടെ ആദർശങ്ങൾ അടിയറ വയ്ക്കേണ്ടി വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ തീരുമാനങ്ങൾ ദൈവത്തിൽ നിന്ന് അനുകൂലമായി നാം എടുത്തിരിക്കുന്ന തീരുമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തരായി നമുക്ക് ചലിക്കുവാനായിട്ട് ഇടവന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മുമ്പിൽ നാം തോറ്റുപോയത് കൊണ്ടാണ്, പ്രിയപ്പെട്ടവരെ. അപ്പൊ നാം ഏതിന്റെ മുന്നിലാണ് തോറ്റത്? അതിന് നാം ഇപ്പോഴും അടിമകൾ തന്നെയാ. അപ്പൊ ക്രിസ്തു നമ്മെ മോചിപ്പിച്ചുവോ? ക്രിസ്തുവിനെ മോചിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ക്രിസ്തുവിന് അവസരം തന്നു നമുക്ക് മോചിതനായി ജീവിക്കുവാൻ, അതിൽ നിന്നൊക്കെ അകന്ന് ജീവിക്കുവാനായിട്ട് അവസരവും ശക്തിയും കൃപയും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നാം അതിൽ ഉറച്ചു നിന്ന് അത് അവകാശമാക്കണമെന്നാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽക്കണം. ഉറച്ചു നിന്നില്ലെങ്കിൽ സംഭവിക്കാവുന്ന പ്രശ്നം എന്താണെന്നറിയോ? അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് പാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച ക്രിസ്തു നാം പാപം വിട്ടൊഴിഞ്ഞ് നീതിക്ക് ജീവിക്കേണ്ടതിനായിട്ടാണ് നമ്മെ അതിൽ നിന്നും തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇനി റോമാലേഖനം എടുക്കാം, 6-ാം അധ്യായം. റോമാലേഖനം 6-ാം അധ്യായം 22-ാമത്തെ വാക്യം. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ ദാസന്മാരായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. പണ്ട് നാം പാപം ചെയ്തപ്പോൾ, ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുമ്പ് നാം പാപം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നു. അല്ലെങ്കിൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ ലോകാധിപതിയായ അന്ധകാര ശക്തിയുടെ ഉടമയായ പിശാചിന്റെ അടിമകളായിരുന്നു. എന്നാൽ നാം ഇപ്പോൾ ആ ദാസ്യത്വത്തിൽ നിന്നും, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും, പിശാചിന്റെ ദാസ്യത്വത്തിൽ നിന്നും നാം വീണ്ടെടുക്കപ്പെട്ട് ദൈവത്തിന് ദാസന്മാരായി തീർന്നു. അങ്ങനെ ദൈവത്തിന് ദാസന്മാരായി തീർന്നത് നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടും നമ്മുടെ നിത്യജീവനിലേക്ക് ഉള്ള യാത്ര സഫലമാകുന്നതിനും വേണ്ടിയിട്ടാണ് അതിൽ നിന്നും
ക്രിസ്തു നമ്മെ മോചിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, വ്യക്തമായി ഒന്നുകൂടി പറയാണ്, പാപത്തിന്റെ ശമ്പളം മരണം. ആ പാപം ചെയ്തുകൊണ്ടിരുന്നാൽ തീർച്ചയായും അതിൻ്റെ ഒരു കൂലിയുണ്ടല്ലോ, പാപത്തിന്റെ കൂലിയുണ്ടല്ലോ, അതിന്റെ അന്ത്യം മരണമാണ്. ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. പാപം ചെയ്തുകൊണ്ട് അതിന്റെ അന്തം മരണം പ്രാപിക്കുന്നതിന് പകരം, അത് ലഭിക്കുന്നതിന് പകരം നമുക്ക് കർത്താവായ യേശുക്രിസ്തു കർത്താവിനനുസരിച്ച് നീതിക്ക് അടിമകളായി, വിശുദ്ധിക്ക് അടിമകളായി സമർപ്പിച്ചുകൊണ്ട് ദൈവപ്രസാദ പ്രകാരം ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നിത്യജീവൻ അവകാശമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയുമെങ്കിലും കർത്താവ് ചെയ്തത്. അപ്പൊ നമുക്ക് തീരുമാനിക്കാം, ഇനി പാപത്തിൽ തുടരണമോ, കർത്താവ് നൽകിയ സ്വാതന്ത്ര്യത്തിൽ തുടരണമോ എന്ന് നമുക്ക് തീരുമാനിക്കാനുള്ള അവകാശം കർത്താവ് നമ്മുടെ മുമ്പിൽ വെക്കുകയാണ്. നമ്മൾ പറയാറുണ്ട്, നമുക്ക് ജയിക്കേണ്ട ചില വസ്തുതകളുണ്ട്. ദൈവത്തിന്റെ ദാസൻ എന്ന നിലയിൽ, ദൈവത്തിന്റെ മക്കൾ എന്ന നിലയിൽ നമുക്ക് ജയിക്കേണ്ട മേഖലകളൊക്കെ ഉണ്ട്. ഒന്ന്, നാം നമ്മുടെ ജഡത്തെ ജയിക്കണം. രണ്ട്, നാം ലോകത്തെ ജയിക്കണം. മൂന്ന്, പാപത്തെ ജയിക്കണം. കുറച്ച് നേരത്തെ പ്രിയ സഹോദരിമാർ പാടിയ പാട്ടില് ലോകത്തെ വെറുത്തിടുവാൻ, പാപത്തെ വെറുത്തിടുവാൻ, ലോകത്തെ ജയിച്ചിടുവാൻ, ശത്രുവിനോട് എതിർത്തിടുവാൻ, അതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് വചനത്തിലൂടെയും പാട്ടുകളിലൂടെയൊക്കെയും. കർത്താവ് പ്രബോധനം നമുക്ക് നൽകുന്നുണ്ട്. പക്ഷെ നാം അതിനായിട്ട് ശ്രമിക്കാറുണ്ടോ? കർത്താവ് യുവ കാര്യങ്ങൾ നമ്മളെ അതിൽ നിന്നൊക്കെയും വീണ്ടെടുത്ത് നമ്മളെ ആ നിത്യതയിലേക്ക്, ദൈവിക ജീവനിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തതൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ടോ? ഉണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യം. പലപ്പോഴും നാം മനഃപൂർവ്വമാണോ യാന്ത്രികമായാണോ മറന്നു പോകുന്നു എന്നുള്ളതാണ് സത്യം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഒന്നാമത്, ജഡത്തിന്റെ അടിമത്വം നമ്മുടെ മേൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ ജഡിക പ്രവണതയുടെ അടിമത്വത്തിൽ നിന്നും കർത്താവ് ആ നുകം തകർത്തുകൊണ്ട് നമ്മെ വീണ്ടെടുത്തു. ജഡത്തിന്റെ അടിമത്വത്തിൽ നിന്നും. കാരണം ജഡിക സ്വഭാവങ്ങൾ, ജഡിക പ്രവണതകൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന നമ്മുടെ നമ്മുടേതായ ചില സ്വഭാവങ്ങൾ, നമ്മുടേതായ ചില സ്വഭാവങ്ങളിൽ നിന്നും കർത്താവ് ആ അടിമത്തത്തിൽ നിന്നും ആ നുകം തകർത്തുകൊണ്ട് വീണ്ടെടുത്തു. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് പോകുമ്പോൾ ഇപ്രകാരം അവിടെ എഴുതി വച്ചിരിക്കുന്നത്. 5-ാം അധ്യായം 24-ാമത്തെ വാക്യം, ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ, അതായത് ഈ ശരീരത്തെ അല്ല, ശരീരത്തെ പീഡിപ്പിച്ചതുകൊണ്ടൊന്നും രക്ഷ കിട്ടും തോന്നുന്നില്ല. കയ്യോ കാലോ അല്ലെ കണ്ണോ എന്തെങ്കിലും വെട്ടിക്കളഞ്ഞത് കൊണ്ടൊന്നും രക്ഷ കിട്ടിയെന്ന് വരില്ല. പക്ഷെ അതിന്റെ പ്രവണതകളുണ്ടല്ലോ, ആ പ്രവണതകളുടെ ആ അടിമത്വത്തിൽ നിന്നും നമുക്ക് മോചനം നൽകിയിട്ടുണ്ടെന്ന്. എപ്പോൾ? കാൽവരി ക്രൂശിൽ വെച്ച് അതിൻ്റെ മേൽ നമുക്കൊരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടെന്ന്. എപ്പോഴാണ് നമുക്ക് ആ സ്വാതന്ത്ര്യം കിട്ടുക? പൗലോസിന് ഈ സ്വാതന്ത്ര്യം കിട്ടിയത് കർത്താവിനായതിനു ശേഷം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഗലാത്യ ലേഖനം തന്നെ 2-ാമത്തെ അധ്യായം, ഗലാത്യ ലേഖനം 2-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പൗലോസ് ഉണ്ടായിരുന്നു ക്രൂശില്. ക്രിസ്തുവിന്റെ രണ്ടു വശത്തും കള്ളന്മാരായിരുന്നല്ലോ, നല്ല കാര്യത്തിന് പിടിപ്പിക്കപ്പെട്ടവരായിരുന്നില്ലല്ലോ. പിന്നെ എപ്പോഴാ പൗലോസ് ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത്? ആ പൗലോസ് എന്താ നുണ പറയാ? പൗലോസ് തലയ്ക്ക് വെളിവില്ലാണ്ട് പറഞ്ഞോണോ? പൗലോസ് ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരുന്നു. പൗലോസ് മാത്രമല്ല, നാം ഓരോരുത്തരും അന്നു തന്നെ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരുന്നു. ക്രിസ്തുവിലാണല്ലോ ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവിൽ നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണല്ലോ നമ്മൾ ഓരോരുത്തരും. എപ്പോഴാണ് നമ്മുടെ ജഡത്തിൽ നാം ഈ ലോകത്ത് വെളിപ്പെട്ടത്?
നാം ജനിച്ച വർഷമേതോ, ജനിച്ച മാസമേതോ, ജനിച്ച ദിവസമേതോ, ജനിച്ച നിമിഷമേതോ അന്നാണ് നാം ഈ ജഡത്തിൽ വെളിപ്പെട്ടത്. നാം ക്രിസ്തുവിൽ ഉണ്ടായിരുന്നു. നാം ക്രിസ്തുവിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പൗലോസ് പറയുകയാണ്, പൗലോസാണ് ഈ വക സംഗതികൾ വിശദീകരിക്കുന്നത്. നാമോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. നാം ക്രിസ്തുയേശുവിൽ ഉണ്ട്. ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവത്തിന്റെ പദ്ധതിയിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പദ്ധതിക്ക് വേണ്ടി ക്രൂശിൽ അറുക്കപ്പെട്ട ദൈവകുഞ്ഞാട് തൻ്റെ ജീവരക്തം ഒഴുക്കിയത് ആ പദ്ധതിയുടെ നിവർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ്. ഇത് ആര് എപ്പോൾ വിശ്വസിക്കുന്നുവോ ആ വിശ്വസിക്കുന്നവന് ഈ വചനം പ്രയോജനകരമായി തീരും. പൗലോസ് അറിഞ്ഞു, ഞാൻ ക്രിസ്തുവിലായിരുന്നപ്പോൾ ക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. ക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടപ്പോൾ ക്രിസ്തുവിലായിരുന്ന ഞാനും ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. നമ്മളെപ്പോഴാ ക്രൂശിക്കപ്പെട്ടത്? നമ്മുടെ ക്രൂശീകരണം കഴിഞ്ഞു. നമ്മുടെ ക്രൂശീകരണം കഴിഞ്ഞു. നമുക്ക് വേണ്ടിയിട്ടാ ക്രൂശിക്കപ്പെട്ടത് കർത്താവ്. ഇനി നമുക്ക് വേണ്ടി ഒരു ക്രൂശ് എടുത്തു വെച്ചിട്ടില്ല. ഇനി നമ്മള് പാപത്തിന് വേണ്ടി മരിക്കേണ്ടതാണ്. പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ ഇനി നാം മരിക്കണ്ട. അത് ഏത് ലേഖനത്തിലാണെന്ന് നോക്കട്ടെ. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 14 മുതൽ. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ. കേട്ടോ, എല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടി മാത്രമല്ല, ലോകസ്ഥാപനം മുതൽ സകല മാനവജാതിയുടെയും രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഒരുത്തനെയുള്ളൂ. അവനത്രേ കർത്താവായ യേശു ക്രിസ്തു, ദൈവത്തിന്റെ അറുക്കപ്പെട്ട കുഞ്ഞാട്. ആ ഒരുവൻ നമുക്കെല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയിർത്തവനായിട്ടു തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. എപ്പോഴാ മരിച്ചത്? പാപത്തിന് നാം മരിച്ചത് എപ്പോഴാ? പാപത്തിൽ മരിച്ചത് എപ്പോഴാ? ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ നാം അവനിൽ ഉണ്ടായിരുന്നു. അവൻ അതോടുകൂടി നമ്മുടെ സകല പാപത്തിൽ നിന്നും നമ്മെ മോചിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയണം, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഞാനല്ല എന്നിൽ ജീവിക്കുന്നത്, ക്രിസ്തു എത്ര എന്ന് പറയാൻ നമുക്ക് പറ്റുന്നിടത്തോളം കാലം കർത്താവിന്റെ മാർഗത്തിലേക്ക് നമ്മെ അടുപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. ആ ഒരു വിശ്വാസം, തീരുമാനവും ആ ഒരു അറിവും നമ്മുടെ ജീവിതത്തിൽ വരാത്തിടത്തോളം കാലം പ്രായോഗികമായ ദൈവപ്രസാദകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന് ദൈവവചനം വ്യക്തമായി പ്രസ്താവിക്കുന്നു. ഇനി ഈ ജഡത്തിൽ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. അപ്പൊ ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് നമ്മുടെ കൈകൾ ആവശ്യമുണ്ട്, നമ്മുടെ കാലുകൾ ആവശ്യമുണ്ട്, നമ്മുടെ കണ്ണുകൾ ആവശ്യമുണ്ട്, നമ്മുടെ ചെവികൾ ആവശ്യമുണ്ട്, നമ്മുടെ നാവും കർത്താവിന് ആവശ്യമുണ്ട്. നമ്മിൽ നിന്നും കർത്താവ് പ്രധാനമായി ആവശ്യപ്പെടുന്ന അവയവം ഏതാണ്? നാവും കർത്താവിന് ആവശ്യമുണ്ട്. നാവിൻ്റെ പാപകരമായ സ്വഭാവ ബന്ധനത്തിൽ നിന്നും നീതിയുടെ മാർഗത്തിലേക്ക് കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടാൻ തക്കവണ്ണമുള്ള നീതീകരണവും ശുദ്ധീകരണവും പ്രാപിച്ചതായും നാവ് മാറിക്കഴിഞ്ഞാൽ ആ നാവ് കൊണ്ട് നമുക്ക് സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റും. സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് മാത്രമല്ല, നന്മയുടെ വാക്കുകൾ പുറപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ പറ്റും. സ്തോത്രം, സ്തോത്രം. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലാണ് ഇരിക്കുന്നത്. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു വചനം നമുക്ക് സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് കാണുവാൻ സാധിക്കും. സദൃശവാക്യങ്ങളുടെ പുസ്തകം 18-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം. മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു,
അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. ഏതിൽ ഇഷ്ടപ്പെടുന്നവർ? ഏതിൽ ഇഷ്ടപ്പെടുന്നവർ? മരണത്തെ ഇഷ്ടപ്പെടുന്നവർ മരണത്തിന്റെ ഫലം അനുഭവിക്കും. ജീവൻ ഇഷ്ടപ്പെടുന്നവർ ജീവന്റെ ഫലം അനുഭവിക്കും. ഞാൻ മരിക്കുകയാണ്, ഞാൻ മരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മരിക്കുമോ? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ ജീവിക്കും എന്ന് പറഞ്ഞ് ഞാൻ ജീവിക്കുമോ? അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. 4-ാമത്തെ വാക്യം അധ്യായം എടുത്തട്ടെ. സദൃശവാക്യങ്ങൾ 4-ാമത്തെ അധ്യായം, 4-ാം അധ്യായം 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. സദൃശവാക്യങ്ങൾ 4:23. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നാണല്ലോ ആകുന്നത്. എവിടുന്നാണ് ജീവൻ ഉത്ഭവിക്കുന്നത്? ഹൃദയത്തിൽ നിന്ന്, അല്ലെങ്കിൽ അകത്തെ മനുഷ്യനിൽ നിന്നാണ് ജീവൻ ഉത്ഭവിക്കുന്നത്. അപ്പോ മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു എന്നുള്ളത് അർത്ഥമാക്കുന്നത് നമ്മിൽ വസിക്കുന്നത് മരണമാണോ ജീവനാണോ എന്ന് മനസ്സിലാക്കുവാൻ നമ്മുടെ ചില വാക്കുകൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ വാക്കുകൾ നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല എന്ന് വചനത്തിലുണ്ടല്ലോ. അപ്പൊ നമ്മുടെ വാക്കുകൾ മരണത്തിൽ നിന്നുള്ളതാണോ അതോ ജീവനിൽ നിന്നുള്ളതാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നാം സംസാരിക്കുന്ന കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അത് ജീവനിൽ നിന്നുള്ളതാണോ മരണത്തിൽ നിന്നുള്ളതാണോ എന്ന്. ജീവനിൽ നിന്നുള്ളതാണെങ്കിൽ കർത്താവ് പറയുന്ന പോലെ എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഹൃദയത്തിൽ നിന്നോ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. കർത്താവിൽ നിന്ന് പ്രാപിച്ച ആ ജീവൻ നമ്മിലുണ്ടെങ്കിൽ ആ ജീവൻ നമ്മുടെ നാവിലൂടെ, നമ്മുടെ കണ്ണിലൂടെ, നമ്മുടെ അവയവങ്ങളിലൂടെ പുറത്തേക്ക് ഒഴുകുമ്പോൾ അത് മറ്റുള്ളവർക്കും നമ്മുടെ സമൂഹത്തിലുള്ളവർക്കും ജീവനായിട്ട് പരിണമിക്കുന്നു. ഈ കർത്താവിന്റെ സാക്ഷികളാവണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. എങ്ങനെയാ കർത്താവിന്റെ സാക്ഷികളാവുന്നത്? അവന്റെ അടുക്കൽ വന്ന് കുടിക്കണം, കർത്താവിന്റെ അടുക്കൽ നിന്ന് ജീവൻ പ്രാപിക്കണം, കർത്താവിന്റെ അടുക്കൽ വന്ന് ജീവൻ സ്വീകരിച്ചിട്ട് ജീവൻ പുറത്തേക്ക് ഒഴുകുന്ന നല്ല ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മുടെ നാവിൽ നിന്ന് നല്ല വാക്കുകൾ വരും, മറ്റുള്ളവർക്ക് പ്രയോജനകരമായുള്ള വാക്കുകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരും. സ്തോത്രം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന കാര്യങ്ങൾ എന്തിൽ നിന്നാണ്, എന്തിലേക്കാണ്. മരണത്തിൽ നിന്ന് പുറപ്പെടുന്നത് മരണത്തിലേക്കാണ്, ജീവനിൽ നിന്ന് പുറപ്പെടുന്നത് ജീവനിലേക്കാണ്. അപ്പൊ നാം സംസാരിക്കുന്ന കാര്യങ്ങളാണ് നാം വിലയിരുത്തേണ്ടത്. മറ്റുള്ളവർ സംസാരിക്കുന്ന കാര്യങ്ങളല്ല, മറ്റുള്ളവർ ഇത് വിധിക്കാനല്ല. ഞാൻ എന്ത് സംസാരിക്കുന്നുവോ ആ കാര്യം അവനിലുള്ളത്. ഞാൻ ജീവനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, എന്നിൽ ജീവനുണ്ട്. ഞാൻ മരണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, എന്നിൽ മരണമുണ്ട്. അതുവഴിയാണ് നമുക്കിത് കിട്ടുന്നത്. മനസ്സിലായോ? വ്യക്തമാക്കാൻ വേണ്ടി മറ്റൊരു വാക്യം കൂടി ഞാൻ വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിലാണത്. ശാപം അവന് പ്രിയമായിരുന്നു എന്നുള്ളൊരു വാക്യമാണ്. ഓക്കെ. സങ്കീർത്തനങ്ങൾ 109 സങ്കീർത്തനം 17 വാക്യം. സങ്കീർത്തനങ്ങൾ 109 17 വാക്യം. ശാപം അവന് പ്രിയമായിരുന്നു, അത് അവന് ഭവിച്ചു. അനുഗ്രഹം അവന് അപ്രിയമായിരുന്നു, അത് അവനെ വിട്ടകന്നുപോയി. എന്താ കാരണം? ശാപം അവന് വന്നു ഭവിക്കുവാൻ കാരണം ശാപം അവന് പ്രിയമായതുകൊണ്ടാ. ശാപമാണ് ആ വ്യക്തിയിൽ വാണിരുന്നത്. ശാപത്തിൽ നിന്ന് മാത്രമേ ഒരു ശാപത്തിന്റെ വാക്കുകൾ പുറപ്പെടുകയുള്ളൂ. അനുഗ്രഹം എന്നിലുണ്ടെങ്കിലേ അനുഗ്രഹത്തിന്റെ വാക്കുകൾ പുറപ്പെടുകയുള്ളൂ. എന്നാൽ ശാപത്തിന്റെ വാക്കുകളാണ് ഞാൻ ഉപയോഗിക്കുന്നതെങ്കിൽ ശാപം എന്നെ വിട്ടു പോകില്ല. കർത്താവ് എത്ര അനുഗ്രഹിക്കാൻ നോക്കിയാലും ഈ ഒരു അവസ്ഥയാണ് എന്നിൽ നിന്ന് പുറപ്പെടുന്നതെങ്കിൽ, ശാപമാണ്, മരണമാണ് എന്നിൽ നിന്ന് പുറപ്പെടുന്നതെങ്കിൽ എനിക്ക് ജീവനെ എങ്ങനെ സ്വായത്തമാക്കുവാൻ പറ്റും? ജീവൻ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ എങ്ങനെ പറ്റും? ശാപം വിട്ട് പോകുന്നില്ല എന്നുള്ളത് കൊണ്ട് തിരുത്തേണ്ടത് കർത്താവോ നമ്മുടെ സമീപത്തുള്ളവരോ അല്ല, ഞാൻ തന്നെയാണ് തിരുത്തേണ്ടത്. ഞാൻ തിരുത്തി കഴിഞ്ഞാൽ എൻ്റെ ഗുണാർക്ക? അതിൽ ഇഷ്ടപ്പെടുന്നവർ
അതിന്റെ ഫലം അനുഭവിക്കും. ഏതിൽ ഇഷ്ടപ്പെടുന്നവർ? നാവിന്റെ പ്രയോഗം ഏത് വിധേന ചെയ്യണമെന്ന് താല്പര്യം എന്തിനാണ് ഇരിക്കുന്നത്, ആ താല്പര്യം ഞാൻ അനുഭവിക്കും. ഞാൻ ജീവൻ കൊടുക്കുകയാണെങ്കിൽ ജീവൻ അനുഭവിക്കാൻ അവകാശമുണ്ട്. മരണമാണ് അല്ലെങ്കിൽ ശാപമാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ ആ ശാപം എനിക്ക് വന്നു ഭവിക്കും. ഞാൻ പരിതപിച്ചിട്ടോ പരാതിപ്പെട്ടിട്ടോ ഒരു കാര്യവുമില്ല. ദൈവം നീതിമാനാ, ഇന്നലെയും ഇന്നും എന്നേക്കും അവൻ നീതിമാൻ തന്നെയാ. അവന്റെ അസ്തിത്വത്തിനോ അവന്റെ അടിസ്ഥാനത്തിനോ ഒരു നാളും മാറ്റം വരികയില്ല. മാറേണ്ടതും അടിസ്ഥാനങ്ങളും തീരുമാനങ്ങളും നിലപാടുകളും മാറേണ്ടതും കർത്താവിന്റെ അല്ല, അത് നമ്മുടേതാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ നമുക്ക് തീരുമാനിക്കാം, നമുക്ക് സമാധാനം വേണോ? സമാധാനത്തിന്റെ വാക്കുകൾ പറ. നമുക്ക് സ്വസ്ഥത വേണോ? സ്വസ്ഥതയുടെ വാക്കുകൾ മറ്റുള്ളവരോട് പറ. നമുക്ക് സത്യം അറിയണോ? നിന്റെ നാവ് കൊണ്ട് സത്യം മാത്രം പറയുക. അപ്പൊ നിന്റെ കാതുകളിൽ സത്യം വന്നെത്തും. ആരെങ്കിലും നുണ പറഞ്ഞു കഴിഞ്ഞാൽ ആ നുണയായിരുന്നെന്ന്, അതല്ല സത്യമെന്ന് പിന്നീട് ഒരിക്കൽ നാം അറിയേണ്ടതിന് നമ്മുടെ വായിൽ നിന്ന് നുണയല്ല സത്യം പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കറിയാൻ പറ്റും അത് നുണയായിരുന്നോ സത്യമായിരുന്നോ എന്ന്. അതല്ലാതെ നമുക്കൊരു അവകാശവുമില്ല. നമുക്ക് എന്തൊക്കെ അവകാശമുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ഏത് ഫലമാണ്, ആ ഫലത്തിന്റെ കൂലി ആരനുഭവിക്കും? നമ്മൾ അനുഭവിക്കുന്ന പറഞ്ഞത്. അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഞാൻ ചെയ്യുന്ന പാപത്തിന്റെ ഫലം ആരനുഭവിക്കണം? ഞാൻ തന്നെ അനുഭവിക്കണം. ഇപ്പൊ ഞാൻ മുന്തിരിങ്ങ തിന്നാ ഞാൻ നിങ്ങളുടെ പല്ല് വിളിക്കുവോ? പുളിപ്പുള്ളൊരു മുന്തിരിങ്ങ ഞാൻ തിന്നാ നിങ്ങളുടെ പല്ല് വിളിക്കുവോ? പുളിപ്പുള്ളൊരു മാങ്ങ കടിച്ചു തിന്നുമ്പോ എന്റെ പല്ലല്ലേ പുളിക്കുന്നത്? പിന്നെ എന്റെ മുഖത്തേക്ക് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ പുളിപ്പിന്റെ ഒരു ഫീൽ ചെയ്യും അല്ലേ? അത്രയേ ഉള്ളൂ. അതനുഭവിക്കേണ്ട ഞാനാ. അതുകൊണ്ടാണ് ഞാനാണ് തീരുമാനമെടുക്കേണ്ടത്, ഞാനാണ് മാറേണ്ടത് എന്ന് ഇവിടെ പറയാൻ കാരണം. ഞാൻ ഉൾപ്പെടെയുള്ളവരെ പറയണം. ഞാൻ ഉൾപ്പെടെയുള്ളവർ വ്യക്തിപര നാമം ചിന്തിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. എന്തിനു വേണ്ടിയിട്ടൊക്കെയാ, എന്തിൽ നിന്നൊക്കെയാ നമ്മെ മോചിപ്പിച്ചത്, എന്തിനു വേണ്ടിയിട്ടാണ് മോചിപ്പിച്ചതെന്ന് മനസ്സിലാക്കി അതിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് പറ്റണം. ഇനി നാം എപ്പോഴാണോ ക്രിസ്തുവിലാകുന്നത്, നാം വിശ്വസിച്ചപ്പോഴോ? വിശ്വസിക്കുമ്പോൾ ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് വരില്ലേ ചെയ്യണേ? നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്തു നമ്മൾ ഇരിക്കുന്നുവോ എന്ന് പരീക്ഷിച്ചറിവിൻ. അപ്പൊ ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട്. ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ചില പരീക്ഷണ ഘട്ടങ്ങൾ നാം അഭിമുഖീകരിക്കണം. ചില പരീക്ഷണ ഘട്ടങ്ങളെ നാം അഭിമുഖീകരിക്കുമ്പോൾ അറിയാം നമ്മുടെ പ്രതികരണം വഴി ക്രിസ്തു നമ്മിലുണ്ടോ എന്ന്. അത് നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ചില പരീക്ഷണ ഘട്ടങ്ങളെ, ചില നിന്ദകളെ, പരിഹാസങ്ങളെ, ഒറ്റപ്പെടുത്തലുകളെ, ചില തിക്താനുഭവങ്ങളെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ പ്രതികരണം എങ്ങനെയാണോ അങ്ങനെയാണ് ക്രിസ്തു നമ്മിൽ ഉണ്ടോ ഇല്ലയോ നാം വിലയിരുത്തുന്നത്. നമ്മുടെ പ്രതികരണം മോശമാണെങ്കിൽ ക്രിസ്തു നമ്മിൽ ഇല്ല. നമ്മുടെ പ്രതികരണങ്ങൾ ദൈവത്തിന് അനുകൂലമാണെങ്കിൽ ക്രിസ്തു നമ്മിൽ ഉണ്ട്. അപ്പൊ പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കുവാൻ നാം തയ്യാറാകണം. അപ്പൊ അറിയാം ക്രിസ്തു നമ്മിലുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ ക്രിസ്തുവിലാകാൻ നമുക്ക് എളുപ്പമല്ല, പക്ഷെ ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് എളുപ്പമാണ്. നാം ദൈവത്തിൽ വിശ്വസിച്ചാൽ ദൈവം നമ്മിൽ വന്ന് വസിക്കും. അപ്പോ ക്രിസ്തു നമ്മിലുണ്ട് അല്ലെ? പക്ഷെ നാം എപ്പോഴാണ് ക്രിസ്തുവിലാവുക? അപ്പോഴാണ് ഈ ക്രൂശിക്കപ്പെട്ട ക്രൂശിലെ ആ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടണം. ഇതാ പറയണത്, നാം എപ്പോഴാണോ ക്രിസ്തുവിലാകുന്നത് അപ്പോൾ മാത്രമേ ആ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് അതിനെ അതിജീവിക്കാൻ പറ്റുള്ളൂ. അതുവരെ നമ്മൾ ബലഹീനരും അടിമകളായി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ കയറിയത് കൊണ്ട് മാത്രമായില്ല, നാം ക്രിസ്തുവിന്റെ ഉള്ളിലേക്ക് കടക്കണം. ക്രിസ്തുവിന്റെ ഹൃദയത്തിലേക്ക് നാം വസിക്കണം. ഖലീൽ ജിബ്രാൻ പറഞ്ഞ വാക്കുകൾ ഓർമ്മയില്ലേ ഒരിക്കൽ പറഞ്ഞത്? നമുക്ക് മറ്റുള്ളവരെ, പ്രത്യേകിച്ച് ശത്രുക്കളെ സ്നേഹിക്കാൻ കഴിയുമ്പോൾ ക്രിസ്തു എന്നിലുണ്ട് എന്നല്ല ഞാൻ പറയേണ്ടത്, ഞാൻ ക്രിസ്തുവിലാണ് എന്നുള്ളതാണ് ഞാൻ പറയേണ്ടത്. നമ്മോട് ദ്രോഹിക്കുന്നവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ക്രിസ്തു നമ്മുടെ ഉള്ളിലിരുന്നാൽ അത് മാത്രമായില്ല, നാം ക്രിസ്തുവിന്റെ ഹൃദയത്തിലിരിക്കണം. ക്രിസ്തുവിന്റെ ഹൃദയത്തിലിരിക്കുമ്പോഴാണ് നമ്മോട് ദ്രോഹിക്കുന്നവരെ സ്നേഹിക്കാനും നമ്മോട് ഉപദ്രവിക്കുന്നതിനോട് പ്രാർത്ഥിക്കാനും ഒക്കെ ചെയ്യണമെങ്കിൽ എന്തുണ്ടാകണം? നാം ക്രിസ്തുവിലാകണം. ആ ക്രിസ്തുവിലാകുമ്പോഴാണ് ക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവകാശപ്പെടാൻ സാധിക്കുകയുള്ളൂ. അല്ലെ നമ്മൾ എവിടെയായിരുന്നു നമ്മൾ ജനിച്ചതും ജീവിച്ചതും
എത്ര വർഷമായി ഉണ്ടാവും? പക്ഷെ ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിക്കപ്പെട്ടത്. ആ ക്രൂശീകരണത്തിന്റെ ആ സാധുത അല്ലെങ്കിൽ ആ ജീവൻ, ക്രിസ്തു നമുക്ക് വേണ്ടി ഒഴുക്കിയ ജീവൻ നമ്മിലേക്ക് വരണമെങ്കിൽ നാം ക്രിസ്തുവിൽ എപ്പോൾ ആയിത്തീരുന്നുവോ അപ്പോൾ മാത്രമാണ് പ്രിയ ദൈവജനമേ. അല്ലാണ്ട് അവകാശപ്പെട്ടൊന്നും ഉണ്ടെന്നായില്ല. ക്രിസ്തു എന്നിലുണ്ട്, ഞാൻ വിശ്വാസിയാണ്, ഞാൻ സത്യവചനം വിശ്വസിക്കുന്നവരാണ്, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരാണ് എന്ന് ദുരഭിമാനികളായതുകൊണ്ട് മാത്രം കാര്യമായില്ല. ക്രിസ്തുവിൽ നാം എപ്പോൾ ആകുന്നുവോ അപ്പോൾ മാത്രമാണ് നാം സ്വാതന്ത്ര്യത്തിന് ഉടമകളാകുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ അതേസമയം സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന മറ്റു രാജ്യങ്ങളും ഉണ്ടായിരുന്നില്ലേ? അവർക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുമോ? ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യക്കാർക്ക് മാത്രമല്ല അത് അനുഭവിക്കാൻ പറ്റുള്ളൂ. മറ്റു രാജ്യങ്ങളുടെ അടിമത്തത്തിലുണ്ടായിരുന്നല്ലോ, അവർക്ക് അനുഭവിക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ ക്രിസ്തുവിലുള്ളവർക്ക് മാത്രമേ ക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുകയുള്ളെന്ന് ദൈവനാമത്തിൽ ഞാൻ പറയുകയാണ്. ഗ്ലോറി ജീസസ്. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണ് ഇതിനൊക്കെ അതിജീവിക്കാനും ജയിക്കാനും ആ സാഹചര്യങ്ങളൊക്കെ മറികടക്കാനും ദൈവഹിതത്താൽ എന്തുകൊണ്ടാണ് പറ്റാത്തതെന്നെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? നാം എവിടെ വെച്ച് തോറ്റുവോ നാം അതിനടിമകളായി. നാം ഒരു വസ്തുവിന് മുമ്പിൽ തോറ്റുവോ, നാം ഒരു വ്യക്തിയുടെ മുമ്പിൽ തോറ്റുവോ, നാം അതിന് ഇപ്പോഴും അടിമകളാണ്. എപ്പോൾ നമുക്ക് ജയിക്കാൻ കഴിയുമോ അത് ക്രിസ്തുവിലാകുമ്പോൾ മാത്രമാണ് ഈ വക കാര്യങ്ങൾ നമുക്ക് ജയിക്കാൻ സാധിക്കുന്നത്. ഒന്നാമത് ജഡത്തെ ജയിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ജഡിക പ്രവണതയുടെ പ്രധാന അവയവമാണ് നാവ്. ഈ നാവിന്റെ വാക്കുകള് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ്, ചിന്തകളിൽ നിന്നാണ്, അകത്തെ മനുഷ്യനിൽ നിന്നാണ് പുറപ്പെട്ടു വരുന്നത്. അത് നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം നാം അനുഭവിച്ചിട്ടില്ല, നാം ക്രിസ്തുവിൽ ഇതുവരെ ആയിട്ടുമില്ല. ഒരു വിഷ ചികിത്സക, അതായത് ഒരു അന്തർജനമാണ്, പേരെനിക്ക് ഓർമ്മയില്ല, നിർമ്മല എന്നാണോ ആ സ്ത്രീയുടെ പേരെന്ന് എനിക്കറിയില്ല. കുറെ മുമ്പ് മലയാള മനോരമ വാരാന്ത്യ പതിപ്പിലാണ് അതിനെപ്പറ്റി ഒരു ഫീച്ചർ കൊടുത്തിരുന്നത്. അത് വായിച്ചപ്പോൾ അഭിമുഖം എന്ന പോലെ ലേഖകനോട് ലേഖകൻ ചോദിക്കുകയാണ്, ഏത് ജീവിക്കാണ് ഏറ്റവും കൂടുതൽ വിഷം? വിഷചികിത്സകയാണ്. പാമ്പുകളുടെ വിഷം മാത്രമല്ല, തേളുകൾ, അങ്ങനെ ജീവികളുടെ വിഷമൊക്കെ ചികിത്സിക്കുന്ന പാരമ്പര്യ ചികിത്സകയാണ് അവര്. ഏത് ജീവിക്കാണ് വിഷം കൂടുതൽ എന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ വളരെ അത്ഭുതകരമായി പറയുകയാണ്, മനുഷ്യന്റെ നാവിനാണ് ഏറ്റവും കൂടുതൽ വിഷം. ഹല്ലേലൂയ. മനുഷ്യന്റെ നാവിനാണ് ഏറ്റവും കൂടുതൽ വിഷം. ഇത് വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മുമ്പ്? ആ സ്ത്രീ പറയണതിന് മുമ്പ് ദൈവം സംസാരിച്ചിട്ടുണ്ടോ? ദൈവം ബൈബിളിലൂടെ സംസാരിച്ചിട്ടുണ്ട്. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം. മൂന്നാമധ്യായം 8-ാമത്തെ വാക്യം. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. നാവിനെയോ മനുഷ്യർക്കാർക്കും മരുക്കാവുന്നതല്ല, അത് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. ഓ, എവിടെയാ വിഷം നിറഞ്ഞിരിക്കുന്നത്? നമ്മുടെ നഖം കൊണ്ടു കഴിഞ്ഞാൽ ഇൻഫെക്ഷനോ അങ്ങനെ എന്തോ, പല്ല് കണ്ടുകടിച്ചാൽ, പക്ഷെ അതിനേക്കാളൊക്കെ വിഷവും ഇൻഫെക്ഷനും ഒക്കെ എല്ലാം അണുബാധയും നിറഞ്ഞിരിക്കുന്ന നാവ് കൊണ്ട് നമുക്ക് വലിയ വലിയ മുറിവുകൾ മനുഷ്യ ഹൃദയങ്ങളിൽ സൃഷ്ടിക്കുവാൻ പറ്റും. നാവ് കൊണ്ട് നമുക്ക് മനുഷ്യ ഹൃദയങ്ങളിൽ വലിയ വലിയ മുറിവുകൾ സൃഷ്ടിക്കാൻ പറ്റും. ഒരുപക്ഷെ ആ മുറിവ് ആ മനുഷ്യന്റെ നാശത്തിന്, സമ്പൂർണമായ നാശത്തിന് കാരണമായേക്കാം. അപ്പൊ വിഷം നിറഞ്ഞ നാവ് എത്തരത്തിലുള്ളവരിലാണ് ഉണ്ടാകുക? വിഷം നിറഞ്ഞ നാവ്, അതായത് വിഷം നിറഞ്ഞ വാക്കുകൾ പുറപ്പെടുവിക്കുന്ന നാവ് ഏതവസ്ഥയിലുള്ളവർക്ക് ഉണ്ടായിരിക്കുക? സ്വാതന്ത്ര്യത്തിൽ നിന്നും മോചിക്കപ്പെട്ടിട്ടില്ലാത്ത, ഇന്ന് വരെയും ക്രിസ്തുവിലായി തീരാത്ത, ഇന്നും ജഡത്തിന്റെ മോഹങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളിൽ നിന്നാണ് മരണകരമായ വിഷം നിറഞ്ഞ വാക്കുകൾ നാവിൽ നിന്നും പുറപ്പെടുന്നത്. മരണവും ജീവനവും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. അതിൽ ഇഷ്ടപ്പെടുന്നവർ, മരണത്തിൽ ഇഷ്ടപ്പെടുന്നവർ മരണത്തെ അവർക്ക് അനുഭവിക്കാൻ സാധിക്കും.
ജീവനെ ഇഷ്ടപ്പെടുന്നവർക്ക് ജീവനെ അനുഭവിക്കാൻ സാധിക്കും. ഏതാണ് ഇഷ്ടപ്പെടേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. എങ്ങനെ തീരുമാനിക്കണം? തീരുമാനിക്കുന്നതിന് നമ്മുടെ വാക്കുകളൊന്ന് വിലയിരുത്തിയിട്ട് എന്തിൽ നിന്നാണോ, ജീവനിൽ നിന്നാണോ മരണത്തിൽ നിന്നാണോ അത് പുറപ്പെട്ടു വരുന്നത് എന്ന് വിലയിരുത്തിയതിന് ശേഷം നമുക്ക് തീരുമാനമെടുക്കുന്നതായിരിക്കും ഉചിതം. മറ്റുള്ളവരുടെ വാക്കുകളല്ല, മറ്റുള്ളവരുടെ ജീവിതങ്ങളല്ല, എൻ്റെ എനിക്ക് ശോധന ചെയ്യാവുന്നതും പരിശോധിക്കാവുന്നതും എന്നെ തന്നെയാണ്. നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ. ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ പരീക്ഷിക്കും. നാം ക്രിസ്തുവിലാണോ എന്നുള്ളതും നമ്മൾ തന്നെ പരിശോധിക്കണം. നമ്മൾ പരിശോധിക്കുമ്പോഴാണ് അറിയാൻ സാധിക്കുക നാം എപ്പോൾ ക്രിസ്തുവിലാണോ ഇരിക്കുന്നത് അതോ ലോകത്തിലാണോ ഇരിക്കുന്നത്. സഭയിൽ കസേരയിൽ വന്നിരിക്കുന്ന കാര്യമല്ല പറഞ്ഞേ. നാം ഇരിക്കുന്നത് ക്രിസ്തുവിൽ ആണോ? നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. അത് കൊരിന്ത്യ ലേഖനത്തിലാണോ? 1 കൊരിന്ത്യ ലേഖനം 1:30 ഒന്ന് വായിച്ചോ. നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. നിങ്ങളോ അവനാൽ, അത് പിതാവായ ദൈവം ക്രിസ്തുവിനോടുകൂടി നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. സ്വർഗത്തിൽ ദൈവമഹത്വത്തിന്റെ വലതുഭാഗത്ത് ക്രിസ്തു ഇരിക്കുന്നത് കൊണ്ട്, അവനിൽ നാം ഉള്ളത് കൊണ്ട് ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ക്രിസ്തു ഇപ്പോൾ സ്വർഗത്തിലാണുള്ളത്. നാം ക്രിസ്തുവിലാണെങ്കിൽ, ക്രിസ്തു ഉന്നതത്തിൽ ദൈവമഹത്വത്തിന്റെ വലതുഭാഗത്ത് ഉള്ളത് കൊണ്ട് നാം ക്രിസ്തുവിലുള്ളവരാണെങ്കിൽ നാമും സ്വർഗത്തിൽ തന്നെ ഇരിക്കുന്നത്. കൊലോസ്യ ലേഖനം എഫേസ്യ ലേഖനം 2:6 വായിച്ചോട്ടെ. ക്രിസ്തു യേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്തധനത്തെ വരും കാലത്ത് കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. സ്വർഗത്തിലാണ് ഇരുത്തിയിരിക്കുന്നത്. ഇപ്പൊ നാം സ്വർഗത്തിലാണോ ഇരിക്കുന്നത്? സ്വർഗത്തിലാണോ ഇരിക്കുന്നത്? നാം സ്വർഗത്തിലാണെന്ന് പറയുന്നു. എന്തുകൊണ്ട്? നാം ക്രിസ്തുവിൽ ആകുന്ന നിമിഷം ക്രിസ്തു എവിടെയായിരിക്കുന്നുവോ നാം അവിടെ ആയിരിക്കുന്നു. ക്രിസ്തുവിൽ ആകാത്തിടത്തോളം കാലം നാം ഇപ്പോഴും ഇവിടെ തന്നെയായിരിക്കുന്നത്. നമ്മുടെ ജീവനും നമ്മുടെ ആത്മാവും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ഒക്കെ ഇവിടെ തന്നെയായിരിക്കുന്നത്. പക്ഷെ നാം എപ്പോൾ ക്രിസ്തുവിലാകുന്നോ അപ്പോൾ മാത്രമേ നാം സ്വർഗവാസികളാകുന്നുള്ളൂ. ഒരു വചനം കൂടി, കൊലോസ്യ ലേഖനം 3:1 വാക്യം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. എന്താണ് ചിന്തിക്കേണ്ടത്? നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ വെളിപ്പെടേണ്ടതിന് ക്രിസ്തുവിനോടുകൂടെ മരിച്ച നമ്മെ അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ച് ക്രിസ്തു എവിടെ ഇരിക്കുന്നുവോ അവിടെ ക്രിസ്തുവിനോട് കൂടെ, അതായത് ക്രിസ്തുവിന്റെ ഉള്ളിൽ നമ്മെ ഇരുത്തിയിരിക്കുന്നു. എപ്പോൾ? നാം ക്രിസ്തുവിലാകുന്ന നിമിഷം. ഇതുവരെ ക്രിസ്തുവിൽ നാം ആയിട്ടില്ലെങ്കിൽ അതിനുള്ള അവസരമുണ്ട്. ഇതുവരെ ക്രിസ്തുവിലാകാത്തിടത്തോളം കാലം ഞാനോ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവകാശപ്പെടാൻ പറ്റില്ല. ക്രിസ്തു എനിക്ക് സ്വാതന്ത്ര്യം, പാപത്തിൽ നിന്നും ലോകത്തിൽ നിന്നും പിശാചിൽ നിന്നും അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യം എനിക്ക് വരുത്തിയിരിക്കുന്നു എന്ന് അവകാശപ്പെടാൻ പറ്റില്ല. ഇത് അവകാശപ്പെട്ടിരിക്കുന്നത് പൗലോസാ. പൗലോസ് എപ്പോൾ ക്രിസ്തുവിലായോ അപ്പോൾ ആ സത്യം ആ പൗലോസിന് വെളിപ്പെട്ടു. ഞാനിപ്പോൾ ക്രിസ്തുവിലായതുകൊണ്ട് ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തുവിനോട് കൂടി ജീവിക്കുന്നു, ക്രിസ്തുവിനോട് കൂടി വസിക്കുന്നു. ക്രിസ്തുവിലായത് കൊണ്ട് ക്രിസ്തുവിനോട് കൂടി ക്രൂശിക്കപ്പെടാം, ക്രിസ്തുവിനോട് കൂടി വസിക്കാം, ക്രിസ്തുവിനോട് കൂടി ജീവിക്കാം. മനസ്സിലാവുന്നുണ്ടോ പറയണത്? അപ്പൊ ക്രിസ്തു എന്നിലായതുകൊണ്ട് മാത്രമായില്ല, ഞാൻ ക്രിസ്തുവിലാകണം. എങ്കിൽ മാത്രമേ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. പൗലോസ് പറയാണ്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകാൻ സാധ്യതയുള്ളത് കൊണ്ട്
ഇതിൽ ഉറച്ചു നിൽപ്പിൻ. ഒന്നാമതായിട്ട് ജഡിക അഭിലാഷങ്ങളെ നമുക്ക് ജയിക്കാൻ പറ്റണം. ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചിരിക്കുന്നു. ഗലാത്യ ലേഖനത്തില് 5-ാം അധ്യായത്തിൽ തന്നെ മറ്റൊരു വാക്യം നമുക്ക് വായിക്കാം. 5-ാം അധ്യായം 13-ാമത്തെ വാക്യം. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പിൻ. കൂട്ടുകാരനെ മതി. സ്വാതന്ത്ര്യത്തിനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക. ജഡിക അഭിലാഷങ്ങൾക്ക്, ജഡത്തിന്റെ സ്വഭാവങ്ങൾക്ക് അടിമപ്പെട്ട് അതിന് വശംവദരായി ആ പ്രവൃത്തിയിൽ ജീവിക്കാതെ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടത് കൊണ്ട്, ആ ക്രിസ്തു നൽകിയ സ്വാതന്ത്ര്യത്തിൽ ജീവിച്ചുകൊണ്ട് ജഡിക അഭിലാഷങ്ങളെ ആത്മാവിന്റെ ശക്തിയാൽ, ആത്മാവിനാൽ അതിജീവിക്കുന്നു എങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് സഹോദരന്മാരെ സ്നേഹിക്കാൻ പറ്റും, നമ്മുടെ ചുറ്റുമുള്ളവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും, ചുറ്റുമുള്ളവരെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും. എന്തിനാൽ സ്വാതന്ത്ര്യത്തിലേക്ക് നാം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നറിയുന്നതിലൂടെ. സ്വാതന്ത്ര്യത്തിലേക്കായി കർത്താവ് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും, ജഡ സ്വഭാവങ്ങൾ അടിമത്തത്തിൽ നിന്നും, ലോകത്തിന്റെ അടിമത്തത്തിൽ നിന്നും, പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ചു എന്നുള്ളത് അറിയുന്നതിലൂടെ, അനുഭവത്തിലൂടെ നമുക്ക് ഈ വക കാര്യങ്ങൾ സാധിക്കാൻ പറ്റും. അല്ലാത്തിടത്തോളം കാലം സ്നേഹിക്കണം, നന്മ ചെയ്യണം, ക്രിസ്ത്യാനിയാകണം എന്നൊക്കെ പറയുന്നതല്ലാതെ ഫലപ്രദമാവണമെങ്കിൽ, ഞാൻ ബൈബിളിൽ നിന്ന് പഠിച്ച സത്യമാണ് പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ നമ്മുടെ പ്രയത്നത്താൽ പറ്റില്ല. ഈ അറിവ് നമ്മളെ ഭരിക്കുമ്പോൾ ജീവൻ നമ്മുടെ ഉള്ളിൽ വാഴും. ക്രിസ്തു നമുക്ക് വേണ്ടി ജീവനെ കൊടുത്തു എന്നുള്ള അറിവ് എപ്രകാരം നാം ഉള്ളിൽ സ്വീകരിക്കുന്നുവോ ആ പ്രകാരമാണ് ജീവൻ നമ്മിൽ വാഴുന്നത്. ക്രിസ്തു കാൽവറി ക്രൂശിൽ ക്രൂശിക്കപ്പെട്ടു, അതിന് പ്രയോജനം എനിക്കുണ്ടെന്ന് എല്ലാവർക്കും അവകാശപ്പെടാൻ പറ്റും. ക്രിസ്തുവിനിലുണ്ട്, ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, ക്രിസ്തുവിന്റെ വചനം എന്നിലുണ്ട്, ക്രിസ്തുവിന്റെ ആത്മാവനിലുണ്ട് എന്നൊക്കെ നമുക്ക് അവകാശപ്പെടാമെങ്കിലും ഞാൻ എപ്പോൾ ക്രിസ്തുവിലാകുന്നുവോ അതുവരെ അതിന്റെ ഗുണങ്ങളൊന്നും തന്നെ നമുക്ക് ലഭിക്കുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്. ജഡിക അഭിലാഷങ്ങളെ നമുക്ക് അതിജീവിക്കാൻ കഴിയണം. എങ്ങനെ? ക്രിസ്തു നൽകുന്ന ഈ സ്വാതന്ത്ര്യം ഉപയോഗിച്ച്, ക്രിസ്തു നൽകുന്ന ഈ സ്വാതന്ത്ര്യം, മോചനം ഉപയോഗിച്ച്, ഈ അവസരം ഉപയോഗിച്ച് ജഡിക അഭിലാഷങ്ങളുടെ നുഖത്തെ നമുക്ക് എടുത്തു മാറ്റി സ്വാതന്ത്ര്യത്തിലൂടെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യത്തിലൂടെ. രണ്ടാമത്, നമ്മുടെ മേലുണ്ടായിരുന്ന മറ്റൊരു അടിമനുഖമാണ് ലോകം. നമ്മുടെ മാതാപിതാക്കന്മാർ നമുക്ക് നൽകിയ അടിമത്വം, അവർ ലോകത്തിൽ നിന്ന് പഠിച്ചത്, അവരുടെ പാരമ്പര്യത്തിൽ നിന്ന് പഠിച്ചത്, പാരമ്പര്യത്തിന് അടിമുഖം. ഈ ലോകം അവരെ പഠിപ്പിച്ച ചില അറിവുകളുടെ അടിസ്ഥാനത്തിൽ വ്യർത്ഥമായ രീതിയിൽ അവരിലൂടെ നമ്മിലേക്ക് പകർന്ന അടിമത്വം. അടിമത്തത്തിൽ നിന്ന് നമുക്ക് മോചിതരാവണം, ലോകത്തെ അതിജീവിക്കാൻ, ലോകത്തിന്റെ അടിമനുഖത്തെ തകർക്കാൻ ക്രിസ്തു ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു. ആ സ്വാതന്ത്ര്യം, ഈ ലോകത്തെ അതിജീവിക്കുവാൻ, ഈ ലോകത്തെ ജയിക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുഭവമാക്കണമെങ്കിൽ നാം ക്രിസ്തുവിലായി തീരണം. നമുക്ക് പറയാൻ സാധിക്കും. എന്ത് പൗലോസ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തില് 14-ാമത്തെ വാക്യം. ഗലാത്യ 6:14. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എപ്പോ? നാം ക്രിസ്തുവിലായി തീരുമ്പോഴാണ് അത് സംഭവിക്കുക. നാം ക്രിസ്തുവിലായിരിക്കുമ്പോഴാണ് ജഡിക മോഹങ്ങൾക്ക് വേണ്ടി നാം ക്രൂശിക്കപ്പെടുക. ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചിരിക്കുന്നു. ക്രിസ്തുവിലാകുമ്പോൾ ജഡിക മോഹങ്ങളിൽ നിന്ന് ഒരു മോചനം ആർക്ക് കിട്ടും? ക്രിസ്തുവിലാകുന്നവർക്ക് കിട്ടും. 2, ലോകമോഹങ്ങളെ ജയിക്കണമെങ്കിൽ, ലോകത്തെ ജയിക്കണമെങ്കിൽ, ലോകത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ജയിക്കണമെങ്കിൽ നാം ക്രിസ്തുവിൽ എപ്പോഴാകുന്നുവോ ലോകത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമുക്ക് മോചനമുണ്ട്. ഈ ലോകത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചനം നമ്മുടെ മരണത്തിലൂടെയല്ലാട്ടാ സംഭവിക്കുന്നത്.
ഈ ലോകത്തെ ജയിക്കണമെങ്കിൽ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നിട്ട് തന്നെ വേണം ഈ ലോകത്തെ ജയിക്കാൻ. മരണം ഒരു ഒളിച്ചോട്ടാ. ആത്മഹത്യയിലെ ആൾക്കാരൊക്കെ ഒളിച്ചോട്ടാ. ഈ ലോകത്തിൽ നിന്ന് ഒരു ഒളിച്ചോട്ടം, സംഭവങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഒരു ഒളിച്ചോട്ടം മാത്രമേ മരണം. ഞാൻ പറഞ്ഞ പ്രശ്നങ്ങളെ ധീരതയോടെ നിന്ന് ചങ്കൂറ്റത്തോട് നേരിടണം കർത്താവിൽ നിലനിന്നുകൊണ്ട്. പ്രതിസന്ധികളെ, പ്രതികൂല സാഹചര്യങ്ങളെ, അധികാരികളുടെ വെല്ലുവിളികളെ, ക്രിസ്തുവിനെതിരായി പ്രവർത്തിക്കുന്ന സകല വ്യാപാര ശക്തിയുടെയും പ്രവർത്തനത്തെ ക്രിസ്തു യേശുവിൽ നിന്ന് അതിനെ എതിരിടണം. എങ്ങനെ എതിരിടണം? ജഡിക പ്രവണതകളോടെയല്ല. ജഡിക അഭിലാഷങ്ങൾ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി എന്നിൽ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാണ്. അപ്പൊ ക്രിസ്തുവിലൂടെ നേരിടണം. ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ ഞാൻ ലോകത്തിനും ലോകം എനിക്കുമായിട്ട് യാതൊരു ബന്ധമില്ല. ആണ് ലോകം എന്നെ സ്വാധീനിക്കരുത്. എന്നെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാമതായിട്ട് എങ്ങനെയാ? ജഡത്തിൽ പ്രശംസ കാണിപ്പാൻ എന്നൊരു വാക്കില്ലേ? പരിച്ഛേദന 6-ാം അധ്യായം 13-ാമത്തെ വാക്യം. പരിച്ഛേദനക്കാർ തന്നെ ന്യായപ്രമാണം ആചരിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ ജഡത്തിൽ പ്രശംസിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ പരിച്ഛേദന ഏൽപ്പാൻ അവർ ഇച്ഛിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഒരു പ്രശംസയുണ്ട് നമുക്ക് ഈ ലോകത്തിൽ. പ്രശംസയുണ്ട്. ഞാനാണ് മിടുക്കൻ, ഞാനാണ് കേമൻ. അത് ഈ ലോകത്തിന്റെ പ്രവണതയാ. ഞാൻ മിടുക്കനാണ്, ഞാൻ കേമനാണ്, ഞാൻ എല്ലാവരെയും ഒന്നാമനാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ലോകത്തിന്റെ പ്രവണതയാ. അതൊരു ക്രിസ്തീയതയല്ല. ക്രിസ്തീയത എന്താണ്? നിങ്ങളിൽ ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവനെല്ലാം മറ്റുള്ളവരുടെ ദാസന്മാരായി തീരണം. ആരാണ് ഒന്നാമെന്ന് ശിഷ്യന്മാരുടെ ഇടയിൽ തർക്കമുണ്ടായപ്പോൾ കർത്താവ് ചില വസ്തുക്കൾ അവരെ പഠിപ്പിച്ചില്ലേ? ഞാൻ വന്നത് ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് വേണ്ടി എൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്രയും ഞാൻ വന്നിരിക്കുന്നത്. അതാണ് ക്രിസ്തീയത. ഒന്നാമനാകണം, മിടുക്കനാകണം എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മത്സരിക്കുന്നതല്ല ക്രിസ്തീയത. ക്രിസ്തീയത എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് മുമ്പിൽ ദാസമനോഭാവത്തോടുകൂടി മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാൻ, സേവിപ്പാൻ തയ്യാറെടുക്കുന്നവരെയാണ് ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുക. ഇത് എപ്പോഴാണ് സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ? നമ്മൾ ചിലപ്പോൾ പ്രയത്നിച്ചിട്ട് പരാജയപ്പെടും. എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നത് അറിയോ? നാം ക്രിസ്തുവിൽ ഇതുവരെ ആയിത്തീർന്നിട്ടില്ല. ക്രിസ്തുവിലാകാത്തത് കൊണ്ടാണ് അതൊന്നും അതിജീവിക്കാൻ നമുക്ക് പറ്റാത്തത്. നമ്മുടെ ജഡത്തെ അതിജീവിക്കാൻ നമുക്ക് പറ്റാത്തത്. എന്തുകൊണ്ടാണ് പിന്നെയും നാവ് കൊണ്ട് നമ്മളിങ്ങനെ പാപം ചെയ്തു പോകുന്നത്? എന്തുകൊണ്ടാണ് കണ്ണുകൾ കൊണ്ട് പിന്നെയും നാം പാപം ചെയ്തു പോകുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ കൈകൾ കൊണ്ട് പിന്നെയും പാപം ചെയ്തു പോകുന്നത്? നാം ക്രിസ്തുവിലൊന്നായിത്തീർന്നേ ജയിക്കാൻ പറ്റുമെന്നറിയാം. ഇത് ദൈവം നൽകുന്ന വാഗ്ദാന. ക്രിസ്തുവിലായി തീർന്നുകൊണ്ട് ക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കുമോ? സാധിക്കും. ദൈവത്തിന്റെ വചനമാണ് പറയുന്നത്. അപ്പൊ ഈ ലോകമോഹത്തെ, അത് മാത്രമല്ല, ഒന്നാമനാകണമെന്ന് മാത്രമല്ല, ഈ ലോകത്തിൽ ഏറ്റവും പേര് കേട്ട ഒന്നിന് ഒരു വാഹനം മേടിക്കുന്നതിന്, ഈ ലോകത്തിൽ മികച്ച ഒരു വാഹനത്തിന്, അല്ലെങ്കിൽ മറ്റുള്ളവർക്കില്ലാത്ത ഒരു പ്രത്യേകതയുള്ള, മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കത്തക്ക രീതിയിലുള്ള ഒരു വസ്തു, അല്ലെങ്കിൽ ഒരു വസ്ത്രം, അല്ലെങ്കിൽ ഒരു വാഹനം, അല്ലെങ്കിൽ എന്തോ അത്, ഇതെങ്ങനെ അതിജീവിക്കാൻ പറ്റും നമുക്ക്? ഇതിനെ അതിജീവിക്കണമെങ്കിൽ ക്രിസ്തുവിനായിത്തീർന്നേ പറ്റൂ, അല്ലാതെ നമുക്ക് പറ്റില്ല. ഇതിനായിട്ടാണ് നാം സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. ക്രിസ്തു നമ്മെ മോചിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജഡിക പ്രവണതകളെ നമുക്ക് അതിജീവിക്കാൻ പറ്റണമെങ്കിൽ നാം ക്രിസ്തുവിലാകണം. ലോകമോഹങ്ങളെ ഒരു നാള് കടന്നു പോട്ടോ, ലോകവും അതിന്റെ മോഹവും കടന്നു പോകും. ദൈവഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കുമെന്നാണ് പറയുന്നത്. ജഡിക പ്രവണതകളെ അതിജീവിക്കണമെങ്കിൽ, ലോകത്തെ അതിജീവിക്കണമെങ്കിൽ, നമ്മുടെ നുഖം, ഈ ലോകത്തിന്റെ നുഖം നമ്മുടെ തോളിലിരിക്കുന്നുണ്ടെങ്കിൽ, ജഡിക സ്വഭാവങ്ങളുടെ നുഖം നമ്മുടെ തോളിലിരിക്കുന്നെങ്കിൽ നമുക്ക് ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റില്ല. എനിക്ക് കർത്താവിനോട് പറയണം, കർത്താവേ, എനിക്ക് ജഡിക സ്വഭാവങ്ങൾ വേണ്ട, എനിക്ക് നിന്റെ സ്വഭാവങ്ങൾ മതി. എനിക്ക് ലോകത്തിൻ്റെതായിട്ടുള്ള മോഹങ്ങളൊന്നും വേണ്ട കർത്താവയ്ക്ക്. നിന്റെ സ്വപ്നങ്ങളും പദ്ധതികളും നിന്റെ ആഗ്രഹങ്ങളും നിന്നെ കുറിച്ചുള്ള എന്തുള്ള സ്വപ്നങ്ങളും പദ്ധതികളുമാണോ, നിന്റെ ഇഷ്ടം എന്താണോ ഇന്ന് എൻ്റെ ജീവിതത്തിൽ, അത് നടന്ന് കണ്ടാൽ മതി. നിന്റെ ഇഷ്ടം എന്താണോ കർത്താവേ,
എൻ്റെ ഇഷ്ടമൊന്നുമല്ല പ്രിയനെ, അവിടുത്തെ ഇഷ്ടം എന്നിൽ സമ്പൂർണ്ണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ സമർപ്പിക്കപ്പെടുന്ന ഒരു അവസരം നമ്മുടെ ജീവിതത്തിൽ വേണം. അങ്ങനെ അതിനതിജീവിക്കാൻ. മൂന്നാമതായിട്ട് പിശാചിനെ അതിജീവിക്കുവാൻ. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ ജഡികൾ പ്രവണതകളെ ജയിക്കുവാൻ കഴിയാതെ, ഈ ലോകമോഹങ്ങളെ ജയിക്കുവാൻ കഴിയാതെ ഞാൻ പിശാചിനോട് എങ്ങനെ എതിരിടും? കർത്താവ് കാൽവരി ക്രൂശിൽ നിവർത്തിച്ചു കഴിഞ്ഞതാ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധമാർഗം വെപ്പിച്ച് അവയുടെ മേൽ അവൻ ജയോത്സവം കൊണ്ടാടി. ആയുധവർഗം വെപ്പിച്ചു. പിശാചിന്റെ എല്ലാ ആയുധങ്ങളും തകർന്നുപോയി ക്രിസ്തുവിന്റെ മുമ്പിൽ. പിശാചിന്റെ എല്ലാ തന്ത്രങ്ങളും ദൈവപുത്രന്റെ മുമ്പിൽ തകർന്നുപോയി. അവൻ മരുഭൂമിയിൽ ആയിരിക്കുമ്പോൾ യോർദാനിൽ വെച്ച് യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേറ്റ ശേഷം ആത്മാവ് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ മരുഭൂമിയിലേക്ക് നടത്തി. അവിടെ വെച്ച് പിശാചിനാൽ അവൻ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നു. അവന്റെ തന്ത്രങ്ങളിലൊന്നും വീണു പോകുവാൻ ആര് നിന്നുകൊടുത്തില്ല? ക്രിസ്തു നിന്നുകൊടുത്തില്ല. ഞാൻ ഈ ലോകം നിനക്ക് തരാം, ഈ ലോകം അതിന്റെ മഹത്വവും എന്റേതാണ്, ഞാൻ നിനക്ക് തരാം. എന്നെ ആരാധിക്കാൻ ഞാൻ തയ്യാറല്ല പിശാചേ, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അതിനെ ജയിച്ചു ക്രിസ്തു. നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ കല്ലിനോടൊപ്പമായി തീരാൻ പറ. വിശപ്പ് ജഡത്തിന്റെ ആവശ്യ, എന്റെ ശരീരത്തിന്റെ ആവശ്യ വിശപ്പ്. പക്ഷെ ക്രിസ്തു പറഞ്ഞു, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു. ഭക്ഷണമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? സയൻസ് പറയുന്നു ഒരു പരിമിതിയുണ്ട്. സയൻസ് പറയുന്നു പരിമിതിയുണ്ട്. നമ്മുടെ ശരീരത്തിലും സയൻസ് ഉണ്ടല്ലോ. സയൻസ് പറഞ്ഞു പരിമിതിയുണ്ട്. ഒരു മനുഷ്യനിലേക്ക് തന്നെ കാര്യം, ഘടകങ്ങൾ വേണം ജീവിക്കണമെങ്കിൽ. സയൻസ് പറഞ്ഞു പരിമിതിയുണ്ട്. ദൈവത്തിന്റെ പരിമിതി എത്രയാ? 40 ദിവസം അല്ലെ? 40 ദിവസം. ദൈവത്തിന് പരിമിതിയില്ല. ദൈവത്താൽ അസാധ്യമായി ഒന്നും തന്നെ ഇല്ല. സയൻസ് എന്ത് പറയണോ? ഹാനോക്ക് എടുക്കപ്പെടുവോ ശരീരത്തോടു കൂടി? സയൻസ് പറയോ ഹാനോക്ക് ശരീരത്തോടുകൂടി എടുക്കപ്പെട്ടു എന്ന്? പറയില്ല. കാരണം സയൻസിന്റെ ആ ചിന്തയില്, ഭാവനയില് അത് ഇല്ല. അനുഭവങ്ങളിലൂടെയാണ് അവർ പഠിക്കുന്നത്. അവര് ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാര് നേരിട്ട് കണ്ടെങ്കിൽ പറഞ്ഞിരുന്നു, ആ ശരിയാണ്. പക്ഷെ അവനെ ലോകം അംഗീകരിക്കുവോ? സയൻസ് അംഗീകരിക്കില്ല. പക്ഷെ മനുഷ്യന് അസാധ്യമായത്, സയൻസിന് അസാധ്യമായത് ദൈവത്തിന് സാധ്യം. ലോകം അംഗീകരിക്കില്ല ഒരു കാര്യം, ഒരു ദൈവിക കാര്യം ലോകം അംഗീകരിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ലോകത്തിനൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, ഈ ലോകം നമ്മുടെ ആദർശങ്ങളെ, നമ്മുടെ അനുഭവങ്ങളെ അവർ തിരസ്കരിക്കും, അവർ ഖണ്ഡിച്ചു പറയും. പക്ഷേ നമ്മുടെ അനുഭവങ്ങളെയും ദൈവത്തിൽ നിന്നുള്ള നമ്മുടെ ജീവനെയും ഖണ്ഡിക്കുവാൻ ഇരു ലോകത്തിനും പറ്റാത്ത വിധത്തിൽ നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈ ദൈവിക ജീവൻ, നിത്യജീവൻ നമ്മിൽ നിലനിർത്താൻ നമുക്ക് സാധിക്കും. ചില സയൻസിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നാം പതറിപ്പോകുവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ വിദ്യാഭ്യാസം ഏറുമ്പോൾ, വിദ്യാഭ്യാസം കൂടുമ്പോൾ ഈ ലോകം നൽകുന്ന വിദ്യാഭ്യാസം ദൈവത്തിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിച്ചേക്കാൻ സാധ്യതയുണ്ട്. അവർ പറയുന്ന സയൻസ് വെച്ച് ദൈവം തന്നെ ഉണ്ടോ എന്ന് പോലും നാം സംശയിച്ചു പോകും. ദൈവത്തെ കണ്ടുണ്ടാ? നീ കണ്ടുണ്ടാ? നീ എങ്ങനെ കണ്ടുണ്ടാ? ദൈവം എങ്ങനെയുള്ളവനാ? ദൈവത്തിന്റെ നിറം എന്താ? ദൈവത്തിന്റെ ഉയരം എത്രയാ? ദൈവത്തിന്റെ വെയിറ്റ് എത്രയാ? സയൻസ് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റില്ല. ഈ ലോകത്തെ അതിജീവിക്കണമെങ്കിൽ, ഈ ലോകം നമുക്ക് വെച്ച് തരുന്ന അടിമതുകങ്ങൾക്ക് നാം ചുമൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് നാം അകലുകയേ ഉള്ളൂ, ദൈവത്തിൽ നാം അടുക്കുകയില്ല. അതുകൊണ്ട് ഈ വക കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അവൻ ലോകത്തിന്റെ അടിമനുഖത്തിൽ നിന്നും കൂടിയിട്ടാണ് നമ്മെ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നത്. ലോകത്തിന് പല മോഹങ്ങളുണ്ട്, പല പദ്ധതികളുണ്ട്. ഒരു നേരത്തെ മനുഷ്യന്റെ വിശപ്പടക്കാൻ സാധിക്കാത്തവർ അന്യഗ്രഹങ്ങളിൽ പോയി സർവേ നടത്തിക്കൊണ്ടിരിക്കുക. ഇന്നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കാത്തവർ വരാനിരിക്കുന്ന യുഗങ്ങളിൽ അല്ലെങ്കിൽ വർഷങ്ങളിൽ നേട്ടമുണ്ടാക്കുന്ന വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ ഇന്ന് നാം അനുഭവിക്കുന്ന നന്മകള് കഴിഞ്ഞ കാലങ്ങളിലൂടെ നടത്തിയ പരീക്ഷണങ്ങളുടെ വിജയമായിരുന്നെങ്കിൽ തന്നെയും ഇന്നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റിയാണ് നാളത്തെ കാര്യത്തിലേക്ക് ചിന്തിക്കാൻ.
രണ്ടും നടക്കണം. നാളെയുടെ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ പരീക്ഷണങ്ങളും ഒക്കെയും നടത്തണം, നാളെ നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട്. കാരണം ഇന്ന് അനുഭവിക്കുന്ന പല സാങ്കേതിക സൗകര്യങ്ങളും കഴിഞ്ഞ കാലങ്ങളിലെ കണ്ടുപിടുത്തങ്ങളുടെ ഫലമാണ്. അതിനെ നമുക്ക് നിരാകരിക്കാൻ പറ്റില്ല. ഇതൊക്കെ കണ്ടുപിടുത്തങ്ങളുടെ ഫലമല്ലേ? ഇതുണ്ടായിട്ടായിരുന്നോ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നത്? ഇത് നന്മയായി മാറിയില്ലേ? പക്ഷെ അത് ചെയ്യണം, ചെയ്യണ്ട എന്നല്ല പറയുന്നത്. ഇന്നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് അത് നടത്തണം. അതിനാണ് അതിന്റെ ശ്രേഷ്ഠതയിരിക്കുന്നത്. അപ്പൊ ഈ ലോകം നമുക്ക് വരുന്നൊരു അറിവും, ആ അറിവ് ദൈവിക നുഖത്തിന് വിരുദ്ധമായിട്ടുള്ള നുഖമാണെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മൾ അടിമപ്പെടുത്തി അതിനെ നാശത്തിലേക്ക് കൊണ്ടുപോകാൻ, വിശ്വാസത്തിൽ നിന്നും വിശുദ്ധിയിൽ നിന്നും നിത്യജീവനിൽ നിന്നും അകറ്റി കളയാൻ ലോകത്തിന് സാധിക്കും. അതുകൊണ്ട് അടിമനുഖം നമ്മുടെ ആരുടെയും ചുമലിലിരിക്കുന്നുണ്ടെങ്കിൽ ആ നുഖത്തെ കുടഞ്ഞറിഞ്ഞു കഴിയണം. ക്രിസ്തു നമ്മെ അടിമുഖത്തിൽ നിന്ന് മോചനാകാൻ വേണ്ടിയിട്ടാണ് നമ്മെ മോചിപ്പിച്ചിരിക്കുന്നത്, കാൽവരി ക്രൂശിൽ നടത്തിയിരിക്കുന്നത്. പിശാചിന്റെ പ്രവർത്തികളെ നമ്മൾ നേരത്തെ അതിലേക്ക് വന്നതാ, എന്നിട്ട് ഇഷ്ടമായി പോയതാ. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാനത്രേ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. യോഹന്നാന്റെ ലേഖനം യോഹന്നാന്റെ ലേഖനം 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. 1 യോഹന്നാൻ 3:8. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അടുത്തത്, ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. പിശാചിൽ നിന്ന് ചില അനുഭവങ്ങൾ നമുക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ പിശാചാണ് നമ്മളെ ഒരു കാലത്ത് പാപത്തിൽ കൊണ്ട് നടന്നിരുന്നത്. ഓരോ കാര്യങ്ങളിലും തലോടിയും തഴുകിയും പാപസുഖങ്ങളെ അനുഭവിച്ചുകൊണ്ട് നമ്മളെ നടത്തിയിരുന്നത് പിശാചാണ്. അപ്പൊ ആ പിശാച് തന്നെ ചില സുഖഭോഗങ്ങളെ, ചില കാഴ്ചകളെ, ചില സ്പർശനങ്ങളെ, അതെന്തോ ദൈവത്തിന് വിരുദ്ധമായി ഉള്ള മോഹങ്ങളെ ഒക്കെ കൊണ്ടുവന്ന്. ഇപ്പൊ ഹവ്വേനെ എങ്ങനെ ചതിച്ചത്? പിശാച് എങ്ങനെ ചതിച്ചത്? ആദിമ മാതാവായ ഹവ്വയെ പിശാച് എങ്ങനെ ചതിച്ചത്? ഉപായത്താൽ എങ്ങനെ ചതിച്ചത്? എങ്ങനെ ചതിച്ചു എന്ന് പറയുന്നത് കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞില്ലേ? സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെയെന്ന്. സർപ്പം എങ്ങനെ ഹവ്വയെ ഉപായത്താൽ ചതിച്ചത്? ഹവ്വ അതിന്റെ പരിണിത ഫലമായി. ഹവ്വ എന്താണ് അവിടെ ഉണ്ടായതെന്ന് പറയാം. അതിന്റെ ഒരു വാക്യം മാത്രം വായിച്ചാൽ മതി. 3-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 5-6 വാക്യങ്ങളൊന്ന് വായിച്ചാൽ മതി. ഉൽപ്പത്തി 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു. ഈ ഒരു കാഴ്ച പിശാച് ഹവ്വയെ സമീപിക്കുന്നവരെ ഈ കാഴ്ച ഉണ്ടായിരുന്നില്ലല്ലോ ഹവ്വയ്ക്ക്. ഈ അറിവ് പകർന്നു കൊടുത്ത പിശാചല്ലേ? പിശാച് പകർന്നു കൊടുത്ത അറിവിൽ നിന്നും ഹവ്വ കണ്ടത് എന്താ? തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു. കേട്ടോ, സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്നും നമ്മളിപ്പോൾ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിലാണെങ്കിൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ ചില മോഹസുഖങ്ങൾ, ഇന്ന കാര്യങ്ങൾ നിനക്ക് ഇനി ഭൂമിയിൽ ഇനി അനുഭവിക്കാനുണ്ടാ. നീ ഇത്ര കാലമായിട്ട് ഇത് അനുഭവിച്ചിട്ടുണ്ടോ ഈ സുഖങ്ങളൊക്കെ? അല്ലെ, ഭയങ്കര സുഖ. മയക്കുമരുന്ന് അടിക്കുന്നവർക്കൊക്കെ ഭയങ്കര സുഖ അല്ലെ? മദ്യം കഴിക്കുന്നവർക്കൊക്കെ ഭയങ്കര സുഖ, വ്യഭിചരിക്കുന്നവർക്കൊക്കെ ഭയങ്കര സുഖ. ഈ സുഖങ്ങളൊക്കെ നമ്മുടെ ആത്മീയതയ്ക്കല്ല സുഖം പകരുന്നത്, നമ്മുടെ ജഡികതയ്ക്കാണ് സുഖം പകരുന്നത്. നമ്മുടെ ശരീരത്തിനാണ്, ജഡിക മോഹങ്ങളെയാണ് അത് സുഖിപ്പിക്കുന്നത്. അപ്പൊ പിശാചിനെ അതിജീവിക്കണമെങ്കിൽ ക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് പിശാചിനെ അതിജീവിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ?
ആത്മാവിൽ ജീവിതം ആരംഭിക്കാൻ. അപ്പോൾ ഈ മോഹങ്ങളെയൊക്കെയും അത് പറയും, എനിക്കത് വേണ്ട. എത്ര വലിയ സുഖം തരുന്നതാണെങ്കിലും, എത്ര വലിയ കുളിർമ കണ്ണിന് പകരുന്നതാണെങ്കിലും, ആ കാഴ്ചകളും ആ അനുഭവങ്ങളും ആ പ്രവർത്തികളൊന്നും എനിക്ക് വേണ്ട പിശാച്. എനിക്ക് ക്രിസ്തുവിൻ്റെതാണ്, ഞാൻ ക്രിസ്തുവിനെയാണ് ഞാൻ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നീ ദൂരെ പോകൂ എന്ന് ആട്ടിപ്പായിക്കാനായിട്ട് പറ്റണം. പിശാചിനോട് എതിർത്ത് നിൽക്കുവിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഹവ്വ ചെയ്യാതിരുന്നതും അതാണ്. പിശാചിനോട് അവൾ എതിർത്ത് നിന്നില്ല. അതുകൊണ്ട് അവൻ്റെ ഉപായത്തിൽ ഹവ്വ കുടുങ്ങി ദൈവത്തിന് വിരോധമായി പാപം ചെയ്യുവാൻ തക്കോണം ഇടവന്നു. മാത്രമല്ല ആദാമിനും കൊടുത്തു, അവനും പാപം ചെയ്യാൻ തക്കോണം ഇടവന്നു. അപ്പൊ ക്രിസ്തു സ്വാതന്ത്ര്യത്തിനായിട്ട് നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ ഒന്ന് വായിച്ചോട്ടെ, ഗലാത്യലേഖനം 5:1. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അപ്പൊ നമുക്ക് ഈ സ്വാതന്ത്ര്യം അനുഭവിക്കണമെങ്കിൽ, ഇന്നേ വരെ നമുക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഈ പാപത്തിന്റെ മേലുള്ള സ്വാതന്ത്ര്യം, ചില ജഡിക പ്രവണതകളുടെ മേലുള്ള സ്വാതന്ത്ര്യം, ഈ ലോകത്തിന്റെ മേലുള്ള സ്വാതന്ത്ര്യം, പിശാചിന്റെ മേലുള്ള സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നാം ഇന്ന് വരെയും ക്രിസ്തുവിലായി തീർന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇതിനൊക്കെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കാത്തത്. അതുകൊണ്ട് ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. പിശാചോ ലോകമോ നമ്മുടെ ജഡമോ അല്ല ജയിക്കുക. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ജയം നൽകുന്ന അതുവഴി നാമാണ് ജയിക്കാൻ പോകുന്നത്. ക്രിസ്തുവിൽ നാം ആയിത്തീരുമല്ലോ, അപ്പോൾ ക്രിസ്തു നമുക്കൊരു സ്വാതന്ത്ര്യം ജയം നൽകും. അത് അനുഭവിക്കണമെങ്കിൽ ക്രിസ്തുവിലായി തീരുക. എന്നിട്ട് ആ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ഇതിനോടൊക്കെയും അതിജീവിക്കാനായിട്ട് ശ്രമിച്ചുകൊള്ളുക. ജഡിക സ്വഭാവങ്ങളെ, ഈ ലോകമോഹങ്ങളെ, പാപത്തിന്റെ പ്രവൃത്തികളെ, പിശാചിന്റെ വഞ്ചനകളെ അതിജീവിക്കണമെങ്കിൽ നാം ക്രിസ്തുവിലായി തീർന്നേ പറ്റൂ. ഇതിനായിട്ടുള്ള ഒരു പരിശ്രമം മാത്രമാണ് ഇതിലൂടെ നടത്തുന്നത്. ദൈവമായ കർത്താവ് അതിനായിട്ട് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.